ഇന്ന് നമുക്കൊരു കോഴിക്കറി ആയാലോ. അതിനായിട്ട് നമ്മൾ ഇന്ന് 2 കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ ചിക്കനാണ്. അതിനായിട്ട് ഞാൻ 4 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി, ഇത്രയും വെളുത്തുള്ളി, ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ 4 പച്ചമുളകാണ്. അപ്പം നമ്മൾ മുളക് പൊടി ഇടുന്നുള്ളത് കൊണ്ടാണ് 4 പച്ചമുളക് ഇട്ടിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, പിന്നെ ഈ സ്പൂണിന് 2.5 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതിന് 1 സ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇടുന്നത് കൊണ്ടാണ് മുളക് പൊടി എത്ര എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് എരിവ് ആകുമല്ലോ. അപ്പം നമുക്ക് ആദ്യമായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് എണ്ണയൊഴിച്ച്, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ടേ, അത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴലാനായിട്ടൊരു ഇച്ചിരി ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ. എളുപ്പ രീതിയിൽ കോഴിക്കറി വെക്കുന്നതാണ് ഇങ്ങനെ. സാധാരണ ചിലരൊക്കെ ഇങ്ങനെ കോഴി കൊണ്ടിരുന്ന അത് വറുത്തൊക്കെയാണ് വെക്കുന്നത്. ഇത് ഞാൻ വറക്കാതെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോള വഴന്ന് വന്നിട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിപ്പഴം ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് ഈ സ്പൂണിന് 2.5 സ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇതിന് ഈ തവിക്കൊരു ഇത് മഞ്ഞൾപ്പൊടി, മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണേ. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. കല്ലുപ്പ് കലക്കി വെച്ചിരിക്കുന്ന ഉപ്പ്, അതിൻ്റെ നീരാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴിയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ. ചിക്കനായതുകൊണ്ട് പിന്നെ വെള്ളമൊന്നും ഒത്തിരി ഒഴിക്കണ്ട കേട്ടോ. ഇങ്ങനെ ഇളക്കി മൂടി വെച്ച് കഴിയുമ്പോൾ ഈ കഷ്ണത്തിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് വെന്തോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂട മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണമെന്നില്ല. പിടിക്കാതെ നമുക്കൊന്ന് മൂടി വെക്കാവേ. അപ്പോൾ നമ്മുടെ കോഴിക്കറി റെഡി ആയിട്ടുണ്ടേ. കണ്ടോ, നല്ല അരപ്പൊക്കെ പെരണ്ട്. ചോറിനൊക്കെ കൂട്ടാനും, ചോറിന് ചപ്പാത്തി, പൊറോട്ട ഇന്നത്തിന് വേണമെങ്കിലും കൂട്ടാം. ഇച്ചിരി കൂടി ഇത് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നേരം കൂടി ഒന്ന് അടുപ്പേ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല ഉണങ്ങിയിരുന്നോളും. ഇപ്പം ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടാനായത് കാരണം ഇച്ചിരി ചാറ് ഇച്ചിരി ഇങ്ങനെ പെരണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.